നമസ്കാരം. ഇന്ന് നമുക്ക് ശനിഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ശനി മരണകാരകനാണ്. ശനി സങ്കടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആയുസ്സ്, ദുഃഖം, അപമാനം, രോഗം, മരണം, ഭയം, നീചജാതി, അലസത, ശ്മശാനം, പോത്ത്, പ്രേതം, പതിത്വം, എള്ള്, ലോഭം, മോഹം, ദാരിദ്ര്യം, വാദം, വഞ്ചന, അശുദ്ധി, ജയിൽ എന്നിവയുടെ എല്ലാം കാരകത്വം ശനിക്കാണ്. ശനിയുടെ അതിദേവത ശ്രീ ധർമ്മശാസ്താവ് ആകുന്നു. ബുധനും ശുക്രനും ശനിക്ക് ബന്ധുക്കളും, ഗുരു സമനും, സൂര്യനും ചന്ദ്രനും കുജനും ശത്രുക്കളും ആകുന്നു. ഗ്രഹ സ്വഭാവമനുസരിച്ച് ശനി പ്രകൃത്യ പാപിയാകുന്നു. തമോ ഗുണ പ്രധാനനുമാകുന്നു. പടിഞ്ഞാറാകുന്നു ശനിയുടെ ദിക്ക്. ഗ്രഹകാലം ശിശിരമാകുന്നു. രത്നം ഇന്ദ്രനീലം ആകുന്നു. ലോഹം ഇരുമ്പ് ആകുന്നു. രസം ചവർപ്പും ആകുന്നു. മുള്ളുള്ള മരങ്ങൾ ആകുന്നു ശനിയുടെ വൃക്ഷം. കാലാദികളിൽ ശനിയുടേത് വർഷം അഥവാ കൊല്ലം ആകുന്നു. ശനിയുടെ ബന്ധുകാരകത്വം ഭൃത്യന്മാർ ആകുന്നു. ശനിയുടെ ഗൃഹത്തിലെ സ്ഥാനം കുപ്പത്തൊട്ടി ആകുന്നു. ശനിയുടെ നിറം കറുപ്പ് ആകുന്നു. കീറിയ വസ്ത്രങ്ങൾ ശനി ധരിക്കുന്നു. ശനിക്ക് 16 കിരണങ്ങൾ ആണ് ഉള്ളത്. ശനിഗ്രഹ തത്വം വായു ആകുന്നു. ശനി ഒരു നപുംസക ഗ്രഹം ആകുന്നു. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയെ ഹ്രസ്വനായി കണക്കാക്കുന്നു. ഇവയെല്ലാമാകുന്നു ശനിഗ്രഹത്തെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ. ഇനി ലളിതമായ ശനിദോഷ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.